അവിഹിത ബന്ധം കൈയോടെ പൊക്കിയ ഭർത്താവിനെ വകവരുത്തി ഭാര്യ കാമുകന്റെ സഹായത്തോടു കൂടിയാണ് ഭർത്താവിനെ വകവരുത്തിയത്. അവിഹിത ബന്ധം പിടികൂടി മർദ്ദിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്ത ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് കൊലപ്പെടുത്തി ഭാര്യ. ഷാനവാസ് എന്ന 28-കാരനാണ് കഴുത്തിൽ കത്തി കുത്തിയിറക്കി പ്രതികൾ കൊലപ്പെടുത്തിയത്. കേസിൽ ഷാനവാസിന്റെ ഭാര്യ മൈഫാരിൻ, കാമുകൻ തസവൂർ, ഇയാളുടെ സുഹൃത്ത് ഷൊയ്ബ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. യുപിയിലെ ഷംലി സ്വദേശിയാണ് കൊല്ലപ്പെട്ട ഷാനവാസ്. രഹസ്യ കോഡുകൾ ഉപയോഗിച്ചാണ് മൈഫാരിനും തസവൂറും കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. യുപിയിലെ കൈരാനയിൽ നിന്ന് വാങ്ങിയ 1.25 ലക്ഷം രൂപയുടെ മാലയുമായി ഷാനവാസും മൈഫാരിനും ബൈക്കിൽ ഷാംലിയിലെ ഇസാപൂർ ഗുർഖാൻ ഗ്രാമത്തിലേക്ക് പോകുന്നതിനിടെയായിരുന്നു കൊലപാതകം. വാഹനം തടഞ്ഞു നിർത്തി ഷാനവാസിനെ ചില അക്രമികൾ കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയ ശേഷം ബൈക്കും മാലയുമായി രക്ഷപ്പെട്ടു എന്നായിരുന്നു മൈഫാരിൻ ആദ്യം പോലീസിന് നൽകിയ മൊഴി. വീട്ടിൽ നിന്ന് ഷാനവാസും മൈഫാരിനും ഒരുമിച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ തന്നെ കാമുകനെ വിളിച്ച് ഒരു കോഡ് വഴി ഷാനവാസുമായി നിൽക്കുന്ന ലൊക്കേഷൻ അറിയിച്ചുവെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി. 3 ദിവസം മുമ്പ് കാമുകനുമായി ഫോണിൽ സംസാരിക്കുന്നത് ഷാനവാസ് പിടികൂടിയിരുന്നു. വഴക്കിനെ തുടർന്ന് ഷാനവാസ് മൈഫാരിനെ മർദ്ദിച്ചുവെന്നും സംഭവത്തെക്കുറിച്ച് തസവൂറിനെ ഉടൻ തന്നെ ഫോണിലൂടെ മൈഫാരിൻ അറിയിച്ചതായും ഇവർ തന്നെ പോലീസിനോട് സമ്മതിച്ചു. ഭർത്താവിന്റെ മരണശേഷം മൈഫാരിൻ ആശുപത്രിയിൽ പലതവണ തലതല്ലി കരയുകയും ബോധരഹിതയായി അഭിനയിക്കുകയും ചെയ്തു. യുവതിയുടെ പെരുമാറ്റത്തിൽ അപ്പോൾ തന്നെ പോലീസിന് ചില സംശയങ്ങൾ തോന്നിയിരുന്നു. ആക്രമണത്തെക്കുറിച്ച് മൊഴി നൽകാനും യുവതി ആദ്യം തയ്യാറായിരുന്നില്ല. ഒടുവിൽ പോലീസ് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇഷ്ടികച്ചൂളയിലെ ജീവനക്കാരനായ തസവൂറുമായി 6 മാസമായി പ്രണയത്തിലായിരുന്നുവെന്ന് ഇവർ വെളിപ്പെടുത്തിയത്. ഫോൺ രേഖകളും കുറ്റം തെളിയിക്കുന്നതിൽ നിർണായകമായി. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.